യൂറോപ്പിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നാറ്റോ അംഗരാജ്യമായ ലാത്വിയയുടെ അതിർത്തിക്കുള്ളിൽ റഷ്യൻ ഭാഗത്ത് നിന്നെത്തിയ ഡ്രോണുകൾ തകർന്നു വീണ സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. റഷ്യൻ അതിർത്തിയോട് ചേർന്നുള്ള റസക്നെ മേഖലയിലാണ് അതീവ ഗുരുതരമായ ഈ സുരക്ഷാ ലംഘനം ഉണ്ടായതെന്ന് ലാത്വിയൻ അധികൃതർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. റഷ്യൻ പ്രദേശത്ത് നിന്ന് പറന്നുയർന്ന 2 ഡ്രോണുകൾ ലാത്വിയൻ വ്യോമപാതയിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നുവെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിർത്തി കടന്നെത്തിയ ഈ ഡ്രോണുകൾ റസക്നയിലെ ഒരു പ്രധാന എണ്ണ സംഭരണ കേന്ദ്രത്തിന് സമീപമാണ് തകർന്നു വീണത്. അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലയിൽ ഡ്രോണുകൾ പതിച്ചത് ലാത്വിയൻ സൈന്യത്തെയും സർക്കാരിനെയും ഒരുപോലെ ഞെട്ടിച്ചു. ഡ്രോണുകൾ പതിച്ച ആഘാതത്തിൽ എണ്ണ സംഭരണ കേന്ദ്രത്തിലെ ഉപയോഗശൂന്യമായ ഇന്ധന ടാങ്കുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും വൻ അഗ്നിബാധ ഉണ്ടാവുകയും ചെയ്തു. ജനവാസ മേഖലയ്ക്ക് സമീപമുള്ള ഈ കേന്ദ്രത്തിൽ തീ പടർന്നതോടെ പ്രദേശവാസികൾക്കിടയിൽ വലിയ പരിഭ്രാന്തിയാണ് ഉണ്ടായത്. ഉടൻ തന്നെ അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള നടപടികളും ആരംഭിച്ചു. അതിർത്തി കടന്നുള്ള ഈ നുഴഞ്ഞുകയറ്റം തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ ലാത്വിയൻ അതിർത്തി ഗ്രാമങ്ങളിൽ അടിയന്തര ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. സൈനിക നിരീക്ഷണ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലാവുകയും ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. സംഭവത്തിനു പിന്നാലെ റസക്നെ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുൻകരുതൽ എന്ന നിലയിൽ അവധി പ്രഖ്യാപിച്ചു. സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉടനെ നാറ്റോയുടെ ബാൾട്ടിക് എയർ പോലീസിംഗ് ജെറ്റുകൾ പ്രദേശത്ത് തിരച്ചിൽ ആരംഭിച്ചു. അതിർത്തി ലംഘിച്ച് കൂടുതൽ ഡ്രോണുകളോ വിമാനങ്ങളോ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ നാറ്റോ യുദ്ധവിമാനങ്ങൾ മണിക്കൂറുകളോളം ലാത്വിയൻ ആകാശത്ത് റോന്തുചുറ്റി. ഇത് മേഖലയിൽ യുദ്ധസമാനമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. നാറ്റോ അംഗരാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ലാത്വിയ ഈ സംഭവത്തെ പ്രാഥമികമായി വിലയിരുത്തിയത്. റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമായതിനാൽ തന്നെ സൈനികമായ ഏതെങ്കിലും നീക്കത്തിന്റെ ഭാഗമാണോ ഈ ഡ്രോൺ ആക്രമണമെന്ന് പ്രതിരോധ വിദഗ്ധർ പരിശോധിച്ചു. റഷ്യൻ അതിർത്തിയിൽ നിന്നുള്ള ഓരോ നീക്കവും നാറ്റോ സഖ്യം അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. എന്നാൽ സംഭവത്തിൽ പുതിയൊരു വഴിത്തിരിവ് നൽകിക്കൊണ്ട് ലാത്വിയൻ പ്രതിരോധ മന്ത്രി രംഗത്തെത്തി. തകർന്നു വീണ ഡ്രോണുകൾ റഷ്യൻ ലക്ഷ്യങ്ങൾ തേടി ഉക്രൈൻ വിക്ഷേപിച്ചതാകാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. റഷ്യൻ പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി പറന്ന ഡ്രോണുകൾക്ക് ദിശ തെറ്റിയതാകാം ലാത്വിയൻ മണ്ണിൽ ഇവ പതിക്കാൻ കാരണമെന്നാണ് മന്ത്രാലയത്തിന്റെ പ്രാഥമിക നിഗമനം. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അയൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന്റെ തെളിവായി ഈ സംഭവത്തെ കാണാം. ഡ്രോണുകൾ ആര് വിക്ഷേപിച്ചതായാലും റഷ്യൻ വ്യോമപാതയിൽ നിന്നും അവ ലാത്വിയയിലേക്ക് കടന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായാണ് നാറ്റോ കണക്കാക്കുന്നത്. ആധുനിക യുദ്ധമുറയിൽ ഡ്രോണുകൾ വരുത്തുന്ന അപകടങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. റസക്നെ അതിർത്തിയിൽ മേഖലയിലെ ജനങ്ങൾ ഇപ്പോഴും ഭീതിയിലാണ്. അതിർത്തി കടന്നെത്തുന്ന ഓരോ ആകാശരൂപത്തെയും അവർ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത്. കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി സ്കൂളുകൾ അടച്ചിട്ടത് രക്ഷിതാക്കൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. യുദ്ധം തങ്ങളുടെ വീട്ടുവാതിൽക്കൽ എത്തിയോ എന്ന തോന്നലാണ് പലരിലും ഈ സംഭവം ഉണ്ടാക്കിയത്. ലാത്വിയൻ വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ റഷ്യയുമായി ആശയവിനിമയം നടത്താൻ ശ്രമിച്ചതായാണ് വിവരം. സ്വന്തം മണ്ണിൽ നിന്ന് അയൽ രാജ്യത്തേക്ക് ഡ്രോണുകൾ പ്രവേശിച്ചത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ അവർ റഷ്യയോട് ആവശ്യപ്പെട്ടേക്കും. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണിതെന്ന് ലാത്വിയൻ ഭരണകൂടം ആവർത്തിച്ചു. നാറ്റോയുടെ ആർട്ടിക്കിൾ 5 പ്രകാരം ഒരു അംഗരാജ്യത്തിന് നേരെയുള്ള ആക്രമണം എല്ലാ അംഗരാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായാണ് കണക്കാക്കുന്നത്. അതിനാൽ തന്നെ ലാത്വിയയിലെ ഈ സംഭവം നാറ്റോ സഖ്യകക്ഷികൾക്കിടയിൽ അടിയന്തര ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. പോളണ്ട്, ലിത്വാനിയ തുടങ്ങിയ അയൽ രാജ്യങ്ങളും തങ്ങളുടെ അതിർത്തികളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. ഡ്രോണുകൾ തകർന്നു വീണ എണ്ണ സംഭരണ കേന്ദ്രത്തിൽ ഫോറൻസിക് ബാലിസ്റ്റിക് വിദഗ്ധർ പരിശോധന നടത്തിവരികയാണ്. അവശിഷ്ടങ്ങളിൽ നിന്ന് ഡ്രോണുകളുടെ നിർമ്മാണ രീതിയും അവ എവിടെ നിന്ന് വിക്ഷേപിച്ചു എന്നതും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ഇതിനുശേഷമേ ഡ്രോണുകളുടെ കൃത്യമായ ഉടമസ്ഥാവകാശം സ്ഥിരീകരിക്കാൻ കഴിയൂ. ഇന്ധന ടാങ്കുകൾക്ക് തീപിടിച്ചതിനെ തുടർന്നുണ്ടായ പുക അന്തരീക്ഷത്തിൽ പടർന്നത് ചെറിയ തോതിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ സാധിച്ചതിൽ അധികൃതർ ആശ്വസിക്കുകയാണ്. ടാങ്കുകൾ ശൂന്യമായതിനാൽ വലിയ സ്ഫോടനങ്ങൾ ഒഴിവായത് ഭാഗ്യമായാണ് കരുതപ്പെടുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം ബാൾട്ടിക് രാജ്യങ്ങൾ പലപ്പോഴും ഇത്തരം ഭീഷണികൾ നേരിടാറുണ്ട്.
റഷ്യൻ വിമാനങ്ങൾ നാറ്റോ വ്യോമപാതയ്ക്ക് സമീപം പ്രകോപനം സൃഷ്ടിക്കുന്നത് പതിവായ സാഹചര്യത്തിൽ ഡ്രോണുകൾ നേരിട്ട് രാജ്യത്തിനുള്ളിൽ പതിച്ചത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. യൂറോപ്യൻ യൂണിയനും ഈ സംഭവത്തിൽ ലാത്വിയയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അംഗരാജ്യങ്ങളുടെ അതിർത്തി സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് നാറ്റോ വൃത്തങ്ങൾ അറിയിച്ചു. റഷ്യൻ അതിർത്തിയോട് ചേർന്നുള്ള രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ കരുത്തുറ്റതാക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട്. ലക്ഷ്യം തെറ്റി വരുന്ന ഡ്രോണുകൾ പോലും വലിയ അപകടങ്ങൾ വരുത്തിവെക്കാം എന്ന പാഠമാണ് ലാത്വിയൻ സംഭവം നൽകുന്നത്. യുക്രൈൻ അതിർത്തിക്ക് പുറത്തുള്ള രാജ്യങ്ങളും ഇപ്പോൾ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരികയാണ്. ഇത് ലോകയുദ്ധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമോ എന്ന ഭീതി പല നയതന്ത്രജ്ഞരും പങ്കുവെക്കുന്നുണ്ട്. ലാത്വിയൻ പ്രതിരോധ സേനയുടെ ആധുനികവൽക്കരണം വേഗത്തിലാക്കാൻ ഈ സംഭവം പ്രേരണയാകും. കൂടുതൽ ഡ്രോൺ വേദ സംവിധാനങ്ങളും റഡാറുകളും അതിർത്തിയിൽ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് ലാത്വിയ. ഭാവിയിൽ ഇത്തരം നുഴഞ്ഞുകയറ്റങ്ങൾ തടയാൻ നാറ്റോ കൂടുതൽ സൈനികരെ ലാത്വിയയിൽ അതിർത്തിയിൽ വിന്യസിച്ചേക്കാം. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. നാറ്റോയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ യൂറോപ്പിലെ രാഷ്ട്രീയ സാഹചര്യം. റഷ്യയുടെ ഭാഗത്തു നിന്നും ഇതേവരെ ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. യുദ്ധം 3-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പ്രകമ്പനങ്ങൾ ലാത്വിയയെ പോലുള്ള ശാന്തമായ രാജ്യങ്ങളിലേക്കും പടരുന്നത് ആശങ്കാജനകമാണ്. ഡ്രോണുകൾ തകർന്നു വീണ ഭാഗത്ത് ഇപ്പോഴും സൈനിക കാവൽ തുടരുകയാണ്. റസക്നെ നഗരം സാവധാനം സാധാരണ നിലയിലേക്ക് മടങ്ങാൻ ശ്രമിക്കുകയാണെങ്കിലും ജനങ്ങളുടെ ഉള്ളിലെ ഭയം മാറിയിട്ടില്ല. ലാത്വിയൻ അതിർത്തിയിലെ ഈ ഡ്രോൺ സ്ഫോടനം വരും ദിവസങ്ങളിൽ വലിയ നയതന്ത്ര പോരാട്ടങ്ങൾക്ക് വേദിയാകും. ഇത് വെറുമൊരു സാങ്കേതിക പിഴവാണോ അതോ ബോധപൂർവമായ പ്രകോപനമാണോ എന്നത് വരും ദിവസങ്ങളിലെ അന്വേഷണങ്ങളിൽ നിന്ന് വ്യക്തമാകും. അതുവരെ നാറ്റോ സഖ്യം അതീവ ജാഗ്രതയോടെ കാത്തിരിക്കുകയാണ്.